പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 11-ാം മാസത്തിൻ്റെ 27-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ ദാസീദാസന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 115-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. സർവജ്ഞാനിയായ ദൈവത്തിന് മറവിയുണ്ടാകുന്നില്ല. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ദൈവത്തിൻ്റെ പ്രകൃതത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നുമില്ല. മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ഇടപാടുകൾ മാറുകയില്ല എന്നുള്ളത് ഉറപ്പിക്കുവാൻ ദൈവം ചില കാര്യങ്ങൾ ഓർക്കുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബലഹീന മനുഷ്യരായ നാം കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും പഠിക്കുന്നതും എല്ലാം ഓർക്കാൻ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യർ പലതും മറക്കുന്നവരും മനഃപൂർവ്വം പലതും കളയുന്നവരുമാണ്. ആരെല്ലാം നമ്മെ മറന്നു കളഞ്ഞാലും ദൈവം നമ്മെ ഒരു കാലത്തും മറക്കുകയുമില്ല, അവൻ നമ്മെ മറന്നു കളയുകയുമില്ല. സൃഷ്ടാവിന് സൃഷ്ടിയുടെ എല്ലാ കാര്യങ്ങളും നന്നായി എപ്പോഴും അറിയാം. നിസാരനായ മനുഷ്യനെ ദൈവം ഓർക്കുകയും അവൻ്റെ സർവ്വ ആവശ്യങ്ങളും ദൈവം നിവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് എത്രയോ അത്ഭുതമാണ്, എത്ര അനുഗ്രഹമാണത്. പ്രിയ ദൈവവൈതലേ, ദൈവം നമ്മെ ഓർക്കുകയും വിചാരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നാമും ദൈവത്തെയും അവിടുത്തെ പ്രമാണങ്ങളെയും നിശ്ചയമായും ഓർക്കണമെന്ന് തിരുവചനം പറയുന്നു. നാം ദൈവത്തിന് വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് നാം എപ്പോഴും ഓർക്കുകയും വേണം. ദൈവത്തിന് സകലതും, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവമാണ് സകലതും തന്നതെന്ന് നാം തിരിച്ചറിയണം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങൾ നാം മറക്കാതെ ഓർക്കണം. ദൈവം നമ്മെ വിടുവിച്ച വിധവും നാം മറക്കരുത്. ആരാധന ദിവസത്തെ നാം മറന്നു പോകരുത്. യൗവനത്തിൽ സൃഷ്ടാവിനെ ഓർക്കണം. വിവിധ സന്ദർഭങ്ങളിൽ നമുക്ക് ഉപകാരം ചെയ്തവരെ നാം മറന്നു പോകരുത്. നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത പരീക്ഷ ഉണ്ടാക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം നോഹയെ ഓർക്കുവാനിടയായി. നോഹയെ ദൈവം മറന്നിരുന്നുവെങ്കിൽ അതെത്ര ഭീകരമായിരുന്നു എന്ന് നാം ഒന്ന് ഓർത്തു നോക്കിയേ. ഹന്നയെ ദൈവം ഓർക്കുവാനിടയായി. ഭക്തന്മാരെ പരീക്ഷയിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം താമസിക്കുകയില്ല, ദൈവം മറക്കുകയുമില്ല. പ്രിയ ദൈവവേദിനെ, ഈ പ്രഭാതം ദൈവം നമ്മെ മറക്കാതെ ഓരോ ദിനവും ഓർത്തുകൊണ്ട് അന്നുള്ള ആഹാരം നമുക്ക് നൽകി, ആയുസ് നൽകി, ആരോഗ്യം നൽകി, എല്ലാ നന്മകളെ ആമേൻ നമുക്ക് നൽകുമ്പോൾ ആ ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ, ആ ദൈവത്തെ, ദൈവസന്നിധിയിൽ ആ വചനത്തെ അനുസരിപ്പാൻ നാം എത്രത്തോളം നിരസിക്കുന്നു. നാം ദൈവത്തെ മറക്കുന്നു, ദൈവ കൽപ്പനകളെ നിരസിച്ചു കളയുന്നു. ആരാധനയില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ഉപവാസങ്ങളില്ലാതെ ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. ആമേൻ. ലോക ഇൻപങ്ങളിൽ ജീവിക്കുന്നവർ, പാപം ചെയ്യുന്നവർ, ആമേൻ, യേശുവിനെ ആരാധിപ്പാൻ അവർ മടിക്കുന്നു. പാപം ചെയ്യുന്നവർ വിശുദ്ധ ആരാധനയെ, ആമേൻ, സ്തോത്രം, മറക്കുന്നു. പാപം ലോകത്തിൻ്റെ, ആമേൻ, സ്തോത്രം, സ്നേഹിതനാണ്. ലോക ഇൻപങ്ങളിൽ അവർ വീണുപോകുന്നു. ഓരോ ദിവസവും പുതിയ പാപങ്ങൾ കണ്ടുപിടിക്കുന്നു. അവർ പുതിയ മേഖലകൾ, പുതിയ ആമേൻ, സ്തോത്രം, ഐഡിയ കണ്ടുപിടിക്കുകയാണ്. അവർ പുതിയ പുത്തൻ സൂത്രങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് അവർ ദൈവത്തിൽ നിന്നും അകലുവാൻ നോക്കുന്നു. ആമേൻ. തലമുറകളെ അവൻ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന, യൗവനക്കാരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകളിൽ അവൻ ജീവിച്ച് അവൻ ഒരിക്കലും കൊതി തീരാതെ മദ്യത്തിലും മയക്കുമരുന്നിലും പാപത്തിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന അനേകർ ഇന്ന് ഈ ലോകത്ത്, ആമേൻ, സ്തോത്രം, ആമേൻ, ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സു കാണിക്കാതെ ദൈവഭയമില്ലാതെ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസിദാസന്മാരെ ഈ പ്രഭാതം
നമ്മെ ഓർക്കുന്ന ദൈവത്തെ ആമേൻ നാം ഓർത്തുകൊണ്ട് ആരാധിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു ദൈവത്തെ സ്തുതിക്കാമോ? യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അതെ, ഈ 11-ാം മാസം ഒരു അനുഗ്രഹത്തിൻ്റെ നാളുകളായി, ദിനങ്ങളായി ആമേൻ സ്തോത്രം. ഇനിയുള്ള ആമേൻ സ്തോത്രം ആമേൻ ചുരുക്കം ചില ദിവസങ്ങൾ സ്തോത്രം ഈ മാസം നമ്മെ വിട്ട് പിരിയാൻ ആമേൻ അല്പദിനങ്ങൾ മാത്രമായിരിക്കുമ്പോൾ, മണിക്കൂറുകൾ മാത്രമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ആമേൻ പൂർണ്ണ മനസ്സ് കാണിച്ച് നീ അടുത്തു വരികയാണെങ്കിൽ നിശ്ചയമായും ദൈവം ഓർക്കുവാനിടയാകും. നോഹ അനുസരണയിൽ ആമേൻ ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് കഷ്ടകാലത്ത് ദൈവം നോഹയെ ഓർക്കുവാനിടയാകും. നിന്ന പരിഹാസങ്ങൾ ആമേൻ സ്വജനത്തിൻ്റെ നടുവിൽ പാർത്ത ആമേൻ കഷ്ടതയോടുകൂടെ പാർത്ത നിന്നയോടും പരിഹാസത്തോടും കൂടെ പാർത്തിരുന്ന അനേകരെ ദൈവം ഓർത്ത് വിടുവിക്കുവാനിടയായി. പ്രിയ ദൈവത്തിലെ ഇന്ന് പകൽക്കാലം നമ്മെ ഓർക്കുന്ന ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കഷ്ടതയുടെ നടുവിൽ കൂടെ അനേക ദൈവകുഞ്ഞുങ്ങൾ കടന്നു പോകുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങൾ, ഉപജീവന മാർഗമില്ലാതെ കർത്താവെ പലരാലും വെട്ടിച്ചും തട്ടിച്ചും പറ്റിച്ചും ആമേൻ സ്തോത്രം കർത്താവെ കഷ്ടത അനുഭവിക്കുന്ന അനേക പ്രിയ കുഞ്ഞുങ്ങളുണ്ട്. ഉപജീവന മാർഗങ്ങൾ ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. കർത്താവെ മുന്നോട്ട് വിദ്യാഭ്യാസ മേഖലകളിൽ അവൻ മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ, നല്ല ഭവനം പണിയുവാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്നു, കടഭാരങ്ങളിൽ ഞെരങ്ങുന്നവർ, തലമുറകളുടെ ഭാവികൾക്കായി അങ്ങനെ നിരവധി വിഷയങ്ങൾ കർത്താവെ ദൈവം ഞങ്ങളെ ഒന്ന് ഓർത്തിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഭാരപ്പെടുന്നവർ ആമേൻ അനേകരുണ്ട്. കർത്താവെ ഇന്ന് പകൽ രോഗശയ്യയിലായിരുന്നു എനിക്കൊരു വിടുതലിന് വേണ്ടി ആമേൻ ദൈവം എന്നെ ഓർത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ദൈവം പൂർണ്ണമായും വിടുവിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കും. മഹത്വം പങ്കെടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.